അയ്യടാ ഞങ്ങൾ പാപികളില്ലയോ, പിന്നെ വിശുദ്ധന്മാർക്കില്ലയോ സ്വർഗം, അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോകുന്ന ഒരു പ്രത്യാശ പോലുമില്ല, ആഗ്രഹവുമില്ല. നിക്കത്ത് പ്രിയപ്പെട്ടവരെ, പാപികളെ നീതീകരിപ്പാനത്രേ, നീതികെട്ടവരെ നീതീകരിപ്പാനത്രേ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. നമ്മളൊരു വൈദ്യന്റെ അടുത്ത് ചെന്നു, ഡോക്ടറെ അടുത്ത് ചെന്നു, അവിടെ മുഴുവൻ പനിക്കാരാണ്, എല്ലാവർക്കും പനിയാ, അതുകൊണ്ട് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നു. ഇല്ല, നിനക്ക് മരണഭീതി മാറണമെങ്കിൽ, മരിക്കാതിരിക്കണമെങ്കിൽ ആ ഡോക്ടറുടെ മരുന്ന് മേടിച്ച് കഴിക്കണം. അവണ്ണം പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു പറഞ്ഞ രോഗികളെ തേടിയല്ല നീതിമാന്മാരെ തേടിയത്രേ ലോകത്തിലേക്ക് വന്നത്. ഞാൻ നീതിമാന്മാരെ തേടിയല്ല, ഞാൻ നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയത്രേ ലോകത്തിലേക്ക് വന്നത്. രോഗികൾക്കല്ലയോ വൈദ്യനെ കൊണ്ട് ആവശ്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രോഗികളായിരിക്കുന്നവർക്ക് വൈദ്യനെ ആവശ്യമാണെങ്കിൽ, ഒരു മഹാരോഗം നമ്മളെ പിടിച്ചിരിക്കുന്നു, അത് ആത്മീയ രോഗമാണ്. അതെന്താണ്? ആത്മാവിനെ നരകത്തിലേക്ക് തള്ളിക്കളയുന്ന, നിത്യമരണത്തിലേക്ക് തള്ളിക്കളയുന്നതാണ്. കൊറോണ വന്നപ്പോൾ നിങ്ങളുടെ ഭയം കണ്ടതല്ലയോ? എന്താണ് കൊറോണ വന്ന് ചാകാതിരിക്കാൻ നമ്മൾ എന്തുമാത്രം പ്രീകോഷൻസ് ചെയ്തു. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്നാൽ അതെന്താണ്? താൽക്കാലിക മരണമാണ്. എത്ര ആരോഗ്യവാനും നാളെ മരിച്ചു പോകുമല്ലോ. എന്നാൽ പ്രിയപ്പെട്ടവരെ, കോടാനുകോടി വർഷം കഴിഞ്ഞാലും നമ്മൾ രക്ഷിക്കപ്പെടുവാൻ കഴിയാത്ത നരകഭീതിയിലേക്ക് തള്ളപ്പെടുന്ന ആത്മാവിന്റെ മരണത്തിൽ നിങ്ങളെ രക്ഷിക്കപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. ആത്മമരണം പാപത്തിൽ നിന്നുള്ളതായി, പാപമോചനം എത്ര ആത്മമരണത്തിൽ നിന്നുള്ള നിങ്ങൾ ദൈവത്തിലേക്കുള്ള പ്രവേശനം സാധ്യം.